ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2023 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. 2023 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 1 കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതോടുകൂടെ മാർച്ച് 2023 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി ചിത്രീകരിച്ച സിനിമ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി ചിത്രീകരിച്ച സിനിമ ദി ചലഞ്ച് ആണ്. ദി ചലഞ്ച് എന്ന സിനിമയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി ചിത്രീകരിച്ച സിനിമ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് S-400 ഗണത്തിൽപ്പെട്ട മിസൈൽ കവച സംവിധാനം വാങ്ങുന്നത്? ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് S-400 ഗണത്തിൽപ്പെട്ട മിസൈൽ കവച സംവിധാനം വാങ്ങിയത്? ഉത്തരം റഷ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 നൈജീരിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത്. 2023 നൈജീരിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് ബോല ടിനുബു ആണ്. 2023 നൈജീരിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് ആരാണ്? ബോല ടിനുബു. അടുത്തത്, UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ മേധാവിയായി ചുമതലയേറ്റ വ്യക്തി. UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ മേധാവിയായിട്ട് ചുമതലയേറ്റത് സിൻഡി മക്കെയിൻ ആണ്. സിൻഡി മക്കെയിൻ. UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ മേധാവിയായിട്ട് ചുമതലയേറ്റത് സിൻഡി മക്കെയിൻ. ഓക്കെ. അടുത്തത്, 2023 മാർച്ചിൽ നേപ്പാൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 മാർച്ചിൽ നേപ്പാൾ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രാംചന്ദ്ര പൗഡേലാണ്. രാംചന്ദ്ര പൗഡേൽ. 2023 മാർച്ചിൽ നേപ്പാളിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാംചന്ദ്ര പൗഡേൽ. നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹലാണ്. അതും കൂടെ ഓർത്തേക്കണേ, പുഷ്പകമൽ ദഹൽ പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 മാർച്ചിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? 2023 മാർച്ചിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ബെലാറസ് കോടതി 10 വർഷം തടവ് വിധിച്ച മനുഷ്യാവകാശ പ്രവർത്തകനും 2022 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാര ജേതാവുമായ വ്യക്തി. 2023 ബെലാറസ് കോടതി 10 വർഷം തടവ് വിധിച്ച മനുഷ്യാവകാശ പ്രവർത്തകനും 2022 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് അലസ് ബിയാലിയാറ്റ്സ്കി. ആരാണ്? അലസ് ബിയാലിയാറ്റ്സ്കി. 2023 ബെലാറസ് കോടതി 10 വർഷം തടവ് വിധിച്ച മനുഷ്യാവകാശ പ്രവർത്തകനും 2022 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് അലസ് ബിയാലിയാറ്റ്സ്കി. അടുത്തത്, ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കായ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി. ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കായ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി ദിൽമ റൂസെഫ് ആണ്. ആരാണ്? ദിൽമ റൂസെഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വെപ്പൺ ലൊക്കേഷൻ റഡാറിൻ്റെ പേര്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വെപ്പൺ ലൊക്കേഷൻ റഡാറിൻ്റെ പേര് സ്വാതി എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വെപ്പൺ ലൊക്കേഷൻ റഡാർ സ്വാതി. അടുത്തത്, 2023 മാർച്ചിൽ അടച്ചുപൂട്ടിയ സിലിക്കൺ വാലി ബാങ്ക് ഏത് രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കുകളിൽ ഒന്നാണ്? 2023 മാർച്ചിൽ അടച്ചുപൂട്ടിയ സിലിക്കൺ വാലി ബാങ്ക്. സിലിക്കൺ വാലി ബാങ്ക് ഏത് രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കുകളിൽ ഒന്നാണ്? ഉത്തരം US, അമേരിക്കയുടേതാണ്. സിലിക്കൺ വാലി ബാങ്ക് US. അടുത്തത്, ലീ ചിയാങ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ചൈന. ലീ ചിയാങ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ചൈനയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് ലീ ചിയാങ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത്, 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം തുടർച്ചയായി 6ാം വർഷവും 1ാം സ്ഥാനം എത്തിയ രാജ്യം. എപ്പോഴും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം തുടർച്ചയായി 6ാം വർഷവും 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലാൻഡാണ്. അപ്പോൾ 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം പഠിച്ചു വെച്ചേക്കണം, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്രയാണ്? 126. ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്ക് വേണ്ടി ISROയുമായി സഹകരിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി തയ്യാറാക്കിയ പേടകം. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്ക് വേണ്ടി ISROയുമായി സഹകരിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി തയ്യാറാക്കിയ പേടകത്തിൻ്റെ പേര് മത്സ്യ 6000 ആണ്. എന്താണ്? മത്സ്യ 6000.
ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിക്ക് വേണ്ടി ISROയുമായി സഹകരിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി തയ്യാറാക്കിയ പേടകമാണ് മത്സ്യ 6000. അടുത്ത BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2022 തിരഞ്ഞെടുക്കപ്പെട്ടത് മീരാബായ് ചാനു ആണ്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2022 ജേതാവ് മീരാബായ് ചാനു. വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമാണ് മീരാബായ് ചാനു. ഓക്കെ. അടുത്തത് BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് പ്രീതം സിവച്ചാണ്. BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആരാണ്? പ്രീതം സിവച്ച്. ഇന്ത്യയുടെ മുൻ ഹോക്കി വനിതാ താരമാണ് പ്രീതം സിവച്ച്. BBC ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് പ്രീതം സിവച്ചാണ്. ഇന്ത്യയുടെ മുൻ ഹോക്കി വനിതാ താരമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ രാമനാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ രാമനാണ്. ഓക്കെ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. 2023 95 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ബ്രണ്ടൻ ഫെയ്സർ. ആരാണ്? ബ്രണ്ടൻ ഫെയ്സർ ആണ് 2023 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ദ വെയിൽ എന്ന സിനിമയിലാണ് അഭിനയത്തിനാണ് അവാർഡ് കിട്ടിയത്. ദ വെയിൽ, ബ്രണ്ടൻ ഫെയ്സർ. അടുത്തത് 95 ഓസ്കാർ പുരസ്കാരം മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് മിഷേൽ യോയിനെയാണ്. മിഷേൽ യോ, മികച്ച നടി മിഷേൽ യോ. എവരിത്തിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മിഷേൽ യോയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 95 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടൻ ബ്രണ്ടൻ ഫെയ്സർ, മികച്ച നടി മിഷേൽ യോ. നമ്മൾ ഓസ്കാർ പുരസ്കാരം 2023 സെപ്പറേറ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ. അടുത്തത് 95 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രം. 2023 ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് ആണ്. ഏതാണ്? എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ആണ്. ജർമ്മൻ ചിത്രമായ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ. ഇനി 2023 95 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം. 95 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദ എലഫൻറ്റ് വിസ്പറേഴ്സ് ആണ്. എന്താണ്? ദ എലഫൻറ്റ് വിസ്പറേഴ്സ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദ എലഫൻറ്റ് വിസ്പറേഴ്സ്. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, 95 ഓസ്കാർ പുരസ്കാരം മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം കിട്ടിയത് നമ്മുടെ ഇന്ത്യൻ ചിത്രമായ RRRലെ നാട്ടു നാട്ടു എന്ന പാട്ടിനാണ്. 95 ഓസ്കാർ പുരസ്കാരം മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം കിട്ടിയത് നാട്ടു നാട്ടു എന്ന സോങ്ങിനാണ്. RRR എന്ന സിനിമയിലെ നാട്ടു നാട്ടു എന്ന സോങ്ങിനാണ് 95 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഒറിജിനൽ സോങ്ങിലുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി നാട്ടു നാട്ടുവിലെ ആ സോങ്ങിലെ വരികൾ എഴുതിയത് ചന്ദ്രബോസാണ്. സംഗീതം നൽകിയത് MM കീരവാണിയാണ്. ഗായകർ കാലഭൈരവയും രാഹുൽ സിപ്ലി ഗുഞ്ചുവാണ്. വരികൾ എഴുതിയത് ചന്ദ്രബോസ്, സംഗീതം നൽകിയത് MM കീരവാണി, ഗായകർ കാലഭൈരവയും രാഹുൽ സിപ്ലി ഗുഞ്ചുവാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ആബേൽ പുരസ്കാര ജേതാവ്. 2023 ആബേൽ പുരസ്കാരം, ഗണിത നോബൽ എന്നറിയപ്പെടുന്നതാണ് ആബേൽ പുരസ്കാരം. 2023 ആബേൽ പുരസ്കാര ജേതാവ് ലൂയിസ് കാഫറല്ലിയാണ്. US-കാരനായ ലൂയിസ് കാഫറല്ലിയാണ് 2023 ആബേൽ പുരസ്കാര ജേതാവ്. ഇനി 2023 തകഴി പുരസ്കാരം കിട്ടിയത് M മുകുന്ദനാണ്. 2023 തകഴി പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. ഇനി 2023 മലയാറ്റൂർ പുരസ്കാരം ബെന്യാമിനാണ് ലഭിച്ചത്. 2023 മലയാറ്റൂർ പുരസ്കാര ജേതാവ് ബെന്യാമിൻ. അദ്ദേഹത്തിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 മലയാറ്റൂർ പുരസ്കാര ജേതാവ് ബെന്യാമിൻ, നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. ഇനി നമുക്ക് PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന മാർച്ച് മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് നോക്കാം. ലോക വന്യജീവി ദിനം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ലോക വന്യജീവി ദിനം മാർച്ച് 3 ലോക വന്യജീവി ദിനം മാർച്ച് 3. ഇനി 2023 ലോക വന്യജീവി ദിനത്തിൻ്റെ തീമും ചോദിക്കാറുണ്ട്. ലോക വന്യജീവി ദിനം 2023 തീം
പാർട്ട്ണർഷിപ്പ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നാണ്. പാർട്ട്ണർഷിപ്പ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ലോക വന്യജീവി ദിനം മാർച്ച് 3. ഇനി ലോക കേൾവി ദിനവും മാർച്ച് 3 ലോക വന്യജീവി ദിനവും ലോക കേൾവി ദിനവും മാർച്ച് 3 ഓക്കെ. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ഇനി ലോക ഉപഭോക്തൃ അവകാശ ദിനം. ലോക ഉപഭോക്തൃ അവകാശ ദിനം വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15. ഒന്നുകൂടി നോക്കാം. ലോക വന്യജീവി ദിനവും ലോക കേൾവി ദിനവും മാർച്ച് 3. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15 ഓക്കെ. അടുത്തത് ലോക വനദിനം. ലോക വനദിനം മാർച്ച് 21. ഇതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ലോക വനദിനം മാർച്ച് 21. തീമും കൂടെ നോക്കിക്കോണം. 2023 ലോക വനദിനത്തിൻ്റെ തീം ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നാണ്. 2023 ലോക വനദിനത്തിൻ്റെ തീം ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത്. അടുത്തത് ലോക ജലദിനം. ലോക ജലദിനം മാർച്ച് 22 ലോക ജലദിനം മാർച്ച് 22. മാർച്ച് 22 ലോക ജലദിനം. 2023 ലോക ജലദിനത്തിൻ്റെ തീം ആക്സിലറേറ്റിംഗ് ചേഞ്ച് എന്നാണ്. മാറ്റം ത്വരിതപ്പെടുത്തുന്നു. ആക്സിലറേറ്റിംഗ് ചേഞ്ച്. 2023 തീമാണ് ആക്സിലറേറ്റിംഗ് ചേഞ്ച്. അപ്പോൾ ലോക ജലദിനം മാർച്ച് 22. ഇനി ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ഇനി ലോക ക്ഷയദിനം മാർച്ച് 24 ലോക ക്ഷയദിനം മാർച്ച് 24. അപ്പോൾ ലോക വനദിനം മാർച്ച് 21, ലോക ജലദിനം മാർച്ച് 22, ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23, ലോക ക്ഷയദിനം മാർച്ച് 24 ഓക്കെ. അപ്പോൾ ഇതോടുകൂടി 2023 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.